ഒരുവന്റെ ലംഘനം, ഒരു ഡിസൊബീഡിയൻസ്, ഒരു പാപം, ഒരു അനുസരണക്കേട്. ஆண்டவர் ஒரே ஒரு பாவத்தை கூட செய்யாமல் இருந்தார். കർത്താവ് ഒരു പാപത്തെ പോലും ചെയ്യാതിരുന്നു. அது எப்படி முடியும்? അതെങ്ങനെ കഴിയും? அவர் மனுஷனாக இருந்தார். അവൻ മനുഷ്യനായിട്ടല്ലേ ഇരുന്നത്. நம்மள மனுஷன் தானே அப்படி சொல்றோம் தானே. நம்ம அப்படி சொல்றோம்ல. நம்ம மனுஷன் தானே എന്ന് പറയാറില്ലേ? அப்படி சொல்றோம்ல. അങ്ങനെ പറയാറില്ലേ? மனுஷன் தானே. அப்ப இயேசு மனுஷன் தானே. യേശു മനുഷ്യനല്ലേ? அப்ப எப்படி இருக்க முடியுது அவரால்? പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ഒരു അസാധാരണ വ്യക്തിത്വമായി മാറാൻ കഴിയും? அந்த ஹோலி ஸ்பிரிட் அவரை டாமினேட் பண்ணி கொண்டிருந்தார். ആ പരിശുദ്ധാത്മാവ് യേശുവിനെ ഉദ്ദീപിച്ചുകൊണ്ടിരുന്നു. ആ പരിശുദ്ധാത്മാവിനാൽ അവർ നടത്തപ്പെട്ടിരുന്നു. அவர் பரிசுத்த ஆவியானவர் பெற்றவர் அல்ல, அவரால் நிறைந்தவராய் இருந்தார். കാരണം യേശു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനല്ല, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവനാണ്. உங்களுக்கு புரியுதா? മനസ്സിലായോ? அவர் சும்மா ஒரு இடத்துல ஹோலி ஸ்பிரிட் உங்க வீட்ல ஒரு ரூம்ல வச்சு பூட்டுகிற ஆண்டவர் அல்ல, அவர்தான் வீட்டுக்கு பாஸா இருக்க விரும்புகிறார். ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വീടിന്റെ അകത്ത് പൂട്ടിയിടുന്ന ഒരാളല്ല. ആ പരിശുദ്ധാത്മാവാണ് നിന്റെ കുടുംബത്തെ ഭരിക്കേണ്ടത്. உங்க வாழ்க்கையில, உங்க குடும்பத்துல, உங்க வேலையில, உங்க ஊழியத்துல 100% லிபர்ட்டியை அவர் எதிர்பார்க்கிறார். നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ പഠനത്തിൽ, സകല മേഖലയിലും താക്കോൽ ഈ ആത്മാവിൽ നീ കൈമാറണം. ஏதோ எனக்குள்ள வாங்க ஆண்டவரே வந்துட்டார், ஓகே வீரர் ஸ்லீப் ஆராரோ ஆராரோ, நாட் லைக் தட். அப்படி இல்ல, உள்ள வந்துட்டார், அவர் பாட்டு பாடி தாலாட்டு பாடி தூங்க வைப்பதல்ல. അകത്ത് വന്ന ക്രിസ്തുവിനെ, അകത്ത് വന്ന ആത്മാവിനെ നമ്മൾ താരാട്ട് പാട്ടി ഉറക്കേണ്ട കാര്യമൊന്നുമില്ല. இல்ல இங்கே இருங்க, நான் செய்யறதெல்லாம் செஞ்சுட்டு வந்து உங்களை பாத்துக்கிறேன்னு சொல்றதா? നിങ്ങൾ എന്റെ കൂടെ തന്നെ ഇരിക്ക്, ഞാൻ ചെയ്യുന്നതെല്ലാം കാണ്, എന്നിട്ട് ഞാൻ നിന്നെ വന്ന് കാണാമെന്ന് പറയുന്നതുമല്ല. அவர் நம்மளுடைய வாழ்க்கையின் பிரசிடென்டாய் பாஸாய் மாற விரும்புகிறார். അവൻ നമ്മുടെ ജീവിതത്തിന്റെ നേതാവായി, പ്രസിഡന്റായി, ഒരു ബോസ് എങ്ങനെയോ അപ്രകാരമായി മാറണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. இயேசுவும் மனுஷன் தானே. അപ്പോൾ യേശു മനുഷ്യനല്ലേ? அவர் எப்படி இந்த பாடியும் இந்த சோல் எமோஷன்ஸ் இதெல்லாம் இயேசு எப்படி கண்ட்ரோல் பண்ணார்? യേശു എങ്ങനെയാണ് ശരീരത്തെ ക്രമീകരിച്ചത്, യേശു എങ്ങനെയാണ് ചിന്തയെ ക്രമീകരിച്ചത് എന്നതാണ് നമ്മുടെ ചിന്താവിഷയം. நம்ம நினைக்கிற இயேசுவுக்கு டெம்ப்டேஷன்ஸே வரலன்னு നമ്മൾ நினைக்கிறோம். ഓർക്കുന്നത് യേശുവിന് പരീക്ഷകൾ വന്നില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. டெம்ப்டேஷன்ஸே வரலன்னு நினைக்கிறோம். യേശുവിന് പരീക്ഷകൾ വന്നില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. அப்படிதான் நினைக்கிறோம். അങ്ങനെയാണോ ചിന്തിക്കുന്നത്? பைபிள் சொல்லுது எல்லா விதத்திலும் மனுஷனை போல ആ சோதிக்கப்பட்டார். എല്ലാ വിധത്തിലും ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത് പോലെ യേശു പരീക്ഷിക്കപ്പെട്ടു. சரி, ஜீசஸ் பாடி எப்படி இருந்துச்சு? ആ യേശുവിന്റെ ശരീരം എങ്ങനെ ഇരുന്നു? யாரெல்லாம் தொட்டாரோ அவங்களுக்கு எல்லாம் சுகம் கிடைச்சிச்சு. ആരൊക്കെ തൊട്ടോ അവർക്കൊക്കെ സൗഖ്യം ഉണ്ടായി. சரீரத்துல சரீரத்தின் மேல போட்டிருந்த அங்கியில அங்கியின் ஓரத்தை தொட்டவங்க கூட சுகம் கிடைச்சிச்சு. ശരീരത്തിൽ മാത്രമല്ല, അവന്റെ ശരീരത്തിലണിഞ്ഞ ആ തുണിയുടെ അറ്റത്ത് തൊട്ടവർ പോലും സൗഖ്യം പ്രാപിച്ചു. அது மட்டும் இல்ல, அவர் எச்ச துப்புனாரு, அதை குழைச்சு கண்ணுல பூசினாரு, கண்ணு குருடன் கண்ணு திறந்துச்சு. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിലത്തെ ചേർത്ത് തുപ്പി അത് കണ്ണിൽ പുരട്ടി, അപ്പോൾ പോലും സൗഖ്യം സംഭവിച്ചു. எங்கதாண்டா அனாயிண்டிங் இருக்கிறது? എവിടെയാണ് അനോയിന്റിങ്? அனாயிண்டிங் வெறும் உள்ளங்கையில் இருக்கிறது, அது மட்டும் ஆடிக்கொண்டே இருக்கிறது இல்ல. അനോയിന്റിങ് എന്ന് പറയുന്നത്, അഭിഷേകം എന്ന് പറയുന്നത് ഉള്ളം കയ്യിൽ ഇരിക്കുന്നത് മാത്രമല്ല, അതുകൊണ്ട് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു പറയുന്നതല്ല അഭിഷേകം എന്നത്. அனாயிண்டிங் ஒரு ஸ்பாஞ்ச் போல அவரை ஃபுல்லா மூடிக்கொண்டே இருந்தது. ആ അനോയിന്റിങ് എന്ന് പറയുന്നത്, ഈ അഭിഷേകം എന്ന് പറയുന്നത് ഒരു സ്പോഞ്ചിന്റെ അകത്ത് വെള്ളം പറയുന്നത് പോലെ അതിന് സമാനമായി കർത്താവിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. அவரை தொட்டா அற்புதம், അവനെ തൊട്ടപ്പോൾ അത്ഭുതം, இவர் தொட்டா அற்புதம், ഇവൻ തൊട്ടാലും അത്ഭുതം.
കാരണം മിണ്ടാതിരിക്കെ അങ്ങനെ യേശു പറഞ്ഞു. அவர் சாஃப்ட்டா சொன்னாலும் அற்புதம், அவர் சத்தமா சொன்னாலும் அற்புதம், அவர் பார்த்தாலும் அற்புதம். അവൻ പയ്യെ പറഞ്ഞാലും അത്ഭുതം, അവൻ ശബ്ദത്തോട് പറഞ്ഞാലും അത്ഭുതം, അവൻ സാധാരണഗതിയിൽ നോക്കിയാൽ പോലും അത്ഭുതമാണ്. உங்களுக்கு தெரியும், நான் பைபிள்ல ரெஃபரன்ஸ் காட்டிப்பேன் டைம் இல்ல. നിങ്ങൾക്കറിയാം, ഞാൻ ബൈബിൾ റെഫറൻസ് എടുക്കുന്നില്ല. போறாரு, லேகியோன் பிசாசு பிடிச்ச மனுஷன் இருக்கிறா. ചെല്ലുമ്പോൾ ലഗിയോൻ ബാധിതനായ ഒരു മനുഷ്യനെ കാണും. அங்க நிறைய மக்கள் இருக்கிறாங்க. അവിടെ ഒത്തിരി ജനമുണ്ട്. ஒரு மக்களாலையும் அவனை கண்ட்ரோல் பண்ண முடியல. ഒരു വ്യക്തിക്ക് പോലും അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. கயிறு போட்டு அயன் செயின்ஸ் போட்டு கட்டுறாங்க. അവനെ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുകയാണ്. அந்த சங்கிலியும் வொர்க் அவுட் ஆகல. ചങ്ങലയ്ക്ക് പോലും അവനെ ജയിക്കാൻ കഴിയില്ല. அதான் அசுத்தாவி, அதான் അശുദ്ധാവി. അതാണ് അശുദ്ധാത്മാവ്. அப்ப சாதாரண மனுஷனால முடியல. സാധാരണ മനുഷ്യനെ കൊണ്ട് ஆனா தேவபுத்திரர் அங்கே போகிறார். ദൈവപുത്രനായി அவர் போய் போட்ல இருந்து இறங்கி காலை வைக்கிறார். അവൻ ഇറങ്ങി ബോട്ടിൽ കാലെടുത്ത് അവിടെ വെക്കുന്നു. அங்க இருந்து பிசாசு ஓடி வருது. അവിടെ നിന്ന് പിശാച് ഓടി വരുന്നു. நீங்களும் தேவபுத்திரர், നിങ്ങളും ദൈവമക്കളാണ്. நீங்களும் தேவபுத்திரர், നിങ്ങളും ദൈവത്തിന്റെ நீங்களும் പുത്രന്മാരാണ്. அதே தேவபுத்திரர். നിങ്ങൾ അതേ ദൈവത്തിന്റെ മക്കളാണ്. உங்களுக்கும் அதே வல்லமை இருக்கிறது. നിങ്ങൾക്ക് അതേ അനുഗ്രഹമുണ്ട്. நீங்களும் அதே உடல் சுதந்திரவாளியாய் இருக்கிறீர்கள். നിങ്ങൾ അതേ ശാരീരിക അവസ്ഥയുള്ളവരാണ്. உடல் சுதந்திரவாளி, அந்த வசன வாசிங்க. ஜாயிண்ட் ஹேர்ஸ். ஆண்டவருக்கு நான் சொன்னல 10 லட்சம் 5 லட்சம் 5 லட்சம் சொன்னல கதை. அதே அதிகாரம் உங்களுக்கும் இருக்கிறது. കർത്താവിൻ എത്രത്തോളം അനുഗ്രഹമുണ്ടോ, എത്രത്തോളം അവൻ അനുഗ്രഹത്തിന്റെ ഭാഗമുണ്ടോ, അതേ അനുഗ്രഹത്തിന്റെ ഭാഗം നിങ്ങളിലുമുണ്ട്. ஆமென். ஆமென். சத்தமா ஒரு ஹalleluya. ചേർന്ന് ഹല്ലേലൂയ. நம்புறவங்க ஒரு ஹalleluya. ഹല്ലേലൂയ. சரி, ஆண்டவர் டிசையர்ஸ் நம்ம டிசையர் மாறுமா? மாறுச்சா இயேசுவுக்கு? ஆண்டவர் ஆசைப்பட்டு, இப்ப நம்ம ஒண்ணு ஆசைப்படுறோம், அது ஆண்டவர் ஆசை இல்லாம கூட இருக்குதுல்ல, அப்படி மாறுதா? ചിലപ്പോൾ കർത്താവിന്റെ ഇഷ്ടകരമല്ലാത്ത കാര്യം നമ്മുടെ ഇഷ്ടമായി മാറുന്നുണ്ടല്ലോ. அப்படி இயேசுவுக்கு மாறுச்சா? അങ്ങനെ യേശുവിന് മാറ്റം ഉണ്ടായോ? அப்படி ஒரு டெம்ப்டேஷன் இயேசுவுக்கு வந்துச்சா? അങ്ങനെ ഒരു പരീക്ഷ യേശുവിന് വന്നോ? எல்லாம் யோசிக்கிறீங்களா? നിങ്ങൾ ചിന്തിക്കുകയാണോ? வந்துச்சா? വന്നോ? கெத்செமனேல சொன்னாரே, ഗെത്സമനേൽ പറഞ്ഞു, not according to my will Lord, but according to your will சொன்னாரே. കർത്താവേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണമെന്ന് പറഞ്ഞു. Spirit is willing but body is weak ன்னு சொன்னாரே. എന്റെ ആത്മാവ് തയ്യാറായിരിക്കുക, പക്ഷെ ശരീരം ബലഹീനമാണ്. Wonderful brother. இல்ல, அப்ப அவரால முடியல. ശരീരം ബലഹീനമായതുകൊണ്ട് യേശുവിന് പറ്റിയില്ല. அவர் ஆண்டவர் சித்தமும் இயேசு சித்தமும் மாறுன டைம்ஸ் இருக்குது. പിതാവിന്റെ ഇഷ്ടവും പുത്രന്റെ ഇഷ്ടവും മാറുന്ന ഒരു അനുഭവം ഉണ്ട്. ஆனாலும் എന്നാലും அவர் சித்தத்தை அவர் செய்தார். എന്നാലും പിതാവിന്റെ ഇഷ്ടം തന്നെ എന്നിൽ നിറവേറണം എന്ന് യേശു അവിടെ പറഞ്ഞു. Amen. பிதாவின் சித்தத்தை செய்கிறதே எனக்கு சாப்பாடு, எனக்கு தண்ணின்னு சொல்லிவிட்டார். പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ആഹാരവും വെള്ളവും എന്ന് യേശു വചനത്തിൽ പറഞ്ഞു. இயேசு சிலுவைக்கு அப்படியே ஜாலியா போனாரு. இயேசு ஜாலியா சிலுவைக்கு போலியே. യേശു ഒരിക്കൽ പോലും സന്തോഷവാനായിട്ടല്ല കാൽവരിയിലേക്ക് പോയത്. அந்த வேர்வை சிந்திதானே போனார். രക്തം വിയർപ്പാക്കി അവൻ കാൽവരിയിലേക്ക് നടന്നു. சாதாரண மனுஷனை போலதானே போனார். സാധാരണ മനുഷ്യനായിട്ടാണ് പോയത്. வலி வேதனையோடு தானே போனார். ശരീരം മുഴുവൻ വേദനയോടെയാണ് അവൻ പോയത്. ஆனா பரவாயில்ல ஆண்டவரே, உங்க சித்தத்தை தான் நான் முதல்ல செய்வேன்னு சொல்லிட்டு தானே போனார். എന്നാൽ അവിടെ പറയുന്നത്, കർത്താവേ, എന്റെ ഇഷ്ടമല്ല നടക്കേണ്ടത്, നിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. அப்படிதானே போனாரு. അങ്ങനെയല്ല പോയത് நாம தானே. അല്ലേ? நான் ஊழியத்துக்கு ஒப்பு கொடுத்த கதை கேட்டீங்கன்னா பெரிய கதை, சுருக்கமா சொல்லிடுறேன். ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട കഥ ഒരു വലിയ കഥയാണ്, പക്ഷെ ചുരുക്കമായി പറയാം. வேலைக்கு போறதுக்கு ரெடி ஆயிட்டேன். படிக்கும் போதே வேலை வந்துருச்சு. ജോലിക്ക് പോകാൻ തയ്യാറാവുകയാണ്. പഠിക്കുമ്പോൾ തന്നെ ജോലി വന്നു. ஆக்சுவலா பிரிட்டிஷ் எம்பசில வேலை வந்துச்சு. அப்புறம் நியூஸ் பேப்பர்ல ஜேர்னலிஸ்டா நிறைய வேலை வந்துச்சு படிக்கும் போதே. ബ്രിട്ടീഷ് എംബസിയിൽ കോൺസുലേറ്റിൽ ജോലി കിട്ടി, ന്യൂസ് പേപ്പറിൽ ജേർണലിസ്റ്റായിട്ട് ജോലി കിട്ടി. நிறைய. அப்ப படிச்சு முடிச்ச பிறகு போலான்னு நான் வச்சுட்டேன். പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, പഠനം പൂർത്തിയായിട്ട് ജോലിക്ക് പോകുന്നു. எனக்கு தெரியும் என் மேல ஒரு ஃபுல் டைம் காலிங் இருக்குன்னு தெரியும். എനിക്കറിയാം എന്റെ അകത്ത് ഒരു പൂർണ്ണ സമയ സുവിശേഷക്കുള്ള വിളിയുണ്ടെന്ന് എനിക്കറിയാം. ஆனா எப்போன்னு தெரியாது, ரைட் டைம் தெரியாது. എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. அதனால நான் சரி வேலைக்கு போலான்னு ரெடி ஆயிட்டேன். അപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു, ഞാൻ വേലയ്ക്ക് പോകാമെന്ന്. So next day morning நான் ஒரு பெரிய ஹையர் செகண்டரி ஸ்கூல்ல ஜாயின் பண்ண போறேன். അടുത്ത ദിവസം പ്രഭാതത്തിൽ ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ, സാധാരണ സ്കൂളല്ല, അസാധാരണ സ്കൂളാണ്, അവിടെ ടീച്ചറായി ഞാൻ പോകാൻ താല്പര്യപ്പെടുമ്പോൾ மம்மி போய் சமைக்க ஆரம்பிச்சிட்டாங்க. അമ്മ പോയി കിച്ചണിൽ ആഹാരം തയ്യാറാക്കാൻ പോയി. எல்லாம் பிரேயர் பண்ணியாச்சு. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞു. அது முந்தின நாள் நைட் ஆண்டவர் என்னோட பேசுகிறார். അതിന്റെ തലേദിവസം രാത്രി ആത്മാവിനോട് സംസാരിച്ചു. ஆண்டவர் சொல்றாரு, കർത്താവ് പറഞ്ഞു,
உங்களுக்கு? നിങ്ങൾക്ക് പയ്യെ പറഞ്ഞാൽ മനസ്സിലാവുമോ? அது அப்ப ஆண்டவர் சொன்னாரு, കർത്താവിനോട് പറഞ്ഞു, யாரும் ஏறிராத கழுதை குட்டியை காண்பீர்கள். ആരും കയറാത്തൊരു കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും. அது எனக்கு வேண்டும். അതെനിക്ക് വേണം. அவர் சொன்னாரு, நீதான் அந்த கழுதைக்குட்டி. കർത്താവിനോട് പറഞ്ഞു, നീയാണ് ആ കഴുതക്കുട്ടി. நான் உன் மேல ஏறி சவாரி செய்யணும். ഞാൻ നിങ്ങൾ കയറി യാത്ര ചെയ്യണം. உன் டாலன்ஸோ உன் படிப்போ உன்னுடைய எதுவுமே யாருக்கும் தர முடியாது. നിന്നെ ഈ താലന്തുകൾ, നിന്റെ പഠനം, ഇതൊന്നും ആർക്കും തരാൻ കഴിയത്തില്ല. அது எனக்கு வேணும். അത് എനിക്ക് വേണം. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. ആമേൻ. அந்த கழுதைக்குட்டி யோசித்து பாருங்க. ആ കഴുതക്കുട്ടിയെ നോക്കി നോക്കി. அது ஆர்டினரி கழுதைதான். അത് ഓർഡിനറി കഴുതയാണ്. ஆர்டினரி கழுதை கழுதைதானே மலையாளம். സാധാരണ കഴുതയാണ്. ஆனா அது நடக்கும்போது கீழே எல்லாரும் பிளாங்கெட்ஸ் போடுது. അത് സാധാരണ കഴുതയാണ്. പക്ഷെ നടക്കുമ്പോ എല്ലാവരും കമ്പിളികൾ വിരിക്കുന്നു. எல்லாரும் ஹோசானா பாடுது. എല്ലാവരും ഹോഷന്ന പാടുന്നു. இந்த கழுதை நினைக்குது தனக்கு தான் பாடுது. ഈ കഴിഞ്ഞവർക്കായി കഴുതയെ നോക്കിയാ പറയുന്നത്. அது கழுதைதான். അത് കഴുതയാണ്. ஒரு ஸ்பெஷல் கழுதை. അതൊരു സ്പെഷ്യൽ കഴുതയാണ്. ஜீசஸ் மேல ஏறி பவனி வருகிற கழுதை. യേശു മേലിൽ ഇരിക്കുന്ന കഴുതയാണ്. இயேசுவை சுமந்து செல்கிற கழுதை. യേശുവിനെ ചുമക്കുന്ന കഴുതയാണ്. இயேசுவுடைய வல்லமையை சுமந்து செல்கிற கழுதை. യേശുവിന്റെ മഹത്വത്തെ ചുമക്കുന്ന കഴുതയാണ്. இயேசுவுடைய அத்தாரிட்டியை சுமந்து செல்கிற கழுதை. യേശുവിന്റെ അധികാരത്തെ ചുമക്കുന്ന കഴുതയാണ്. ஆர்டினரி கழுதை அல்ல. അതൊരു സാധാരണ കഴുതയല്ല. சாதாரண கழுதை அல்ல. സാധാരണ കഴുതയല്ല. ஸ்பெஷல் கழுதை. അതൊരു സ്പെഷ്യൽ കഴുതയാണ്. விவிஐபி கழுதை. VIP കഴുതയാണ്. அந்த கழுதையால நான் இருக்கிறேன். ആ കഴുതയാണ് ഞാൻ കാണുന്നത്. ஆமென். ആമേൻ. அதை விட வேற என்னங்க பாக்கியம் இருக்கு? അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത്? ஹalleluya. ഹല്ലേലൂയ. I know. என் கையை பிடிச்சாரு பாருங்க. എന്റെ കയ്യെ കർത്താവ് പിടിച്ചു. 19 വയസ്സിல പിടിച്ചാரு. 19-ാം വയസ്സിൽ പിടിച്ചു. 1997ல என் கையை முழு நேர ஊழியத்துக்கு பிடித்தார். 99-ൽ കർത്താവ് എന്നെ 97 97-ൽ കർത്താവ് എന്നെ മുഴുവൻ സമയ സുവിശേഷകനായി വിളിച്ചു. இன்னிய வரைக்கும் ஃபெய்த்ஃபுல்லா இருக்கிறார். ഇന്ന് വരെ ഞാൻ വിശ്വസ്തയോടെ നിൽക്കുകയാണ്. இனிமேலும் ஃபெய்த்ஃபுல்லா இருக்கிறார். ഇനിയും വിശ്വസ്തയോടെ നിൽക്കും. இதுவரைக்கும் ஆசீர்வதித்திருக்கிறார். ഇതുവരെ എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. இனிமேலும் ഇനിയും ஆசீர்வதிப்பார். എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. இதுவரைக்கும் ஆசீர்வாதமாய் வைத்திருக்கிறார். ஆசீர்வாதமாய் வைத்திருக்கிறார். ഇതുവരെ അനുഗ്രഹമാക്കി എന്റെ ദൈവം വെച്ചിരിക്കുകയാണ്. இனிமேலும் ஆசீர்வாதமாய் வைப்பார். ഇനിയും അനുഗ്രഹമായി இதுவரைக்கும் உயர்த்தி இருக்கிறார். ഇന്നും എന്റെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. இனிமேலும் உயர்த்துவார். ഇനിയും ഉയർത്തിയിരിക്കും. ஹalleluya. ഹല്ലേലൂയ. என்னை ஆண்டவர் faithful God. அவர் பேர் என்ன தெரியுமா? உண்மை உள்ளவர். എന്റെ ദൈവത്തിന്റെ പേരെന്താണെന്നറിയാമോ? വിശ്വസ്തനായ ദൈവം. உண்மை உள்ளவர். വിശ്വസ്തൻ. உண்மை உள்ளவர். വിശ്വസ്തൻ. சத்தமா சொல்லி பாருங்க. ചേർന്ന് പറയാമോ? വിശ്വസ്തൻ. மெதுவா சொல்லுங்க. உண்மை உள்ளவர். പയ്യെ പറയാമോ? വിശ്വസ്തൻ. உங்களுக்கு உண்மை உள்ளவரா இருந்தாரா? നിങ്ങൾക്ക് വിശ്വസ്തനാണോ? நீங்க உண்மை இருந்துச்சோ இல்லையோ அவர் மாறவே இல்லைங்க. നിങ്ങൾ വിശ്വസ്തനാണോ അവിശ്വസ്തനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വിശ്വസ്തനായ ദൈവം മാറിയോ? நீங்க நேசிச்சீங்களோ இல்லையோ அவர் பாசம் மாறலல்ல. നിങ്ങൾ സ്നേഹിച്ചോ ഇല്ലയോ എനിക്കറിയത്തില്ല. പക്ഷെ അവന്റെ സ്നേഹം മാറി. நீங்க அவர் தேடுனீங்களோ இல்லையோ அவர் உங்களை தேடிக்கொண்டே இருக்கிறார். നിങ്ങൾ ഈ യേശുവിനെ തേടിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ നിങ്ങളെ തേടി. நம்ம கொஞ்ச நேரம் ஃப்ளஷ்ல கொஞ்ச நேரம் ஸ்பிரிட்ல ஆன் அண்ட் ஆஃப் மலையான கிறிஸ்டியனா இருந்தாலும் மலை ஆழமா இருந்தாலும் ஆண்டவர் அதே லெவல்ல நேசிக்கிறார் தானே. നിങ്ങൾ ചിലപ്പോൾ ജനത്തിലായിരിക്കും, ചിലപ്പോൾ മറ്റുള്ള ചിന്തയിലായിരിക്കും. നിങ്ങളൊരു മലയാളി ക്രിസ്ത്യാനികളായിരിക്കും. പക്ഷെ നിങ്ങൾ സ്പിരിറ്റിൽ തന്നെ ഇരിപ്പാൻ ദൈവത്വം ആഗ്രഹിക്കുകയാണ്. அவர் நேசம் மலையாளமாய் அல்ல, ஸ்ட்ரெயிட்டா எப்பொழுதும் அதே தானே இருக்கிறது. മനസ്സിലായല്ലോ? മലയാളി എന്ന് പറഞ്ഞ മലയിലും ആഴത്തിലിരിക്കുന്നവരാ മലയാളിയെന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞു. மலையாளி அப்படின்னு சொல்லல, இல்ல, தமிழ் கூட அப்படிதான் இருக்கும், Okay. ஹிந்தியும் அப்படிதான் இருக்கும். ஒரு நேரம் ரொம்ப நேசிக்கும், ഒരു പ്രാവശ്യം ഒത്തിരി താഴെ ഇരിക്കും. ஒரு நாள் 10 மணி நேரம் ஜெபம் பண்ணும், ஒரு நாள் ஜெபம் பண்ணவே மறந்துடும். ഒരു அதான் மலையாளம். സമയത്ത് മലയിൽ ആയിരിക്കുന്ന അനുഭവം പോലെ 10 മണിക്കൂർ പ്രാർത്ഥിക്കും. പിന്നീട് 10 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാതെ വെള്ളം എങ്ങനെ താഴെ ഇരിക്കുന്നോ അതുപോലെ നമ്മളായി തീരാറുണ്ട്. ஆனால் ஆண்டவருடைய அன்பு சேமா தானே இருக்கிறது. പക്ഷെ കർത്താവിന്റെ സ്നേഹത്തിൽ ഒരു കുറവുമില്ല. അത് അന്ന് നിന്നെ വിളിച്ച കാലത്ത് എങ്ങനെയുണ്ടോ അതുപോലെ ഇന്നും ഉണ്ട്. ஆமென். ആമേൻ. ஹalleluya. ആമേൻ. சரி, அவரோட மைண்ட் எப்படி இருந்துச்சு? അവന്റെ ചിന്ത എങ്ങനെയായിരുന്നു? சிலுவையில ஏறி சிலுவையில தொங்குறாரு. കാലുകളുടെ കൊലക്കളത്തിൽ അവൻ തൂക്കിടക്കുകയാണ്. கொஞ்சம் இமேஜின் பண்ணி பாருங்களேன். നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. கொஞ்சம் இமேஜின் பண்ணி பாருங்க. ഒന്ന് ചിന്തിക്കുക. நம்ம சிலுவையில தொங்குறாரு. കർത്താവ്
ഞാൻ തന്നെ നടത്തം. ഗ്രീക്ல அந்த I am என்றால் யெகோவா யாவே என்ற அர்த்தம். I am എന്ന് പറഞ്ഞാൽ യഹോവ എന്നർത്ഥം. உடனே எல்லாரும் தொம்முன்னு கீழே விழுந்துறாங்க. ഉടനെ എല്ലാവരും നിലത്ത് വീഴുകയാണ്. தெரியுമല്ലോ உங்களுக்கு இன்സിடென்ட்? കഥ അറിയാം. தெரியலனா ബൈബിളിൽ പോയി വാസിച്ചു பாருங்க. ഇല്ലെങ്കിൽ ബൈബിൾ വായിക്കുക. இந்த ஸ்லைட் இந்த ஸ்பிரிட்ல நடக்கும்போது ஒரு டெம்ப்டேஷன் ஊழியக்காரங்களுக்கு. ஸ்லைட் இந்த ஸ்பிரிட் நடக்கும்போது ஊழியக்காரங்களுக்கு ஒரு டெம்ப்டேஷன். സ്ലൈഡ് മീൻസ് നടത്തുമ്പോൾ ഈ ശുശ്രൂഷകന്മാർക്ക് ടെംപ്ടേഷൻ ഉണ്ട്. ഫ്രാങ്കാ பேசலாமா? തുറന്ന് സംസാരിച്ചോട്ടെ. பேசலாமா? തുറന്ന് സംസാരിക്കട്ടെ. எல்லாரும் கீழே விழணும்னு ஒரு ஆசை. എല്ലാവർക്കും താഴെ വീഴണമെന്നൊരാഗ്രഹം. விழாதவங்க கூட தலையில கை வச்சு எப்படியாவது come on lord அப்படியா. ആരെങ്കിലും സ്ലൈഡ് ആയി വീഴില്ലെങ്കിൽ ചിലർ കർത്താവേ മരണം ஏன் ஆண்டவர் நைட்ல பிடிக்க வராங்க? ஏன் இயேசுவை நைட்ல பிடிக்க வராங்க? എന്തുകൊണ്ടാണ് യേശുവിനെ അവർ രാത്രിയിൽ പിടിക്കാൻ വരുന്നത്? காலையில வந்தா ஜனங்கள்லாம் வந்துருவாங்க, அவரை பிடிக்க முடியாது. പകൽ വന്നാൽ യേശുവിനെ പിടിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ മുമ്പിലും പുറകിലും അസംഖ്യം ജനമുണ്ടാകും. வந்து ஒண்ணுமே பண்ணல, அவர் வந்து நான் தான் எல்லாம் தொம்முன்னு கீழே விழுந்துறாங்க. സത്യത്തെ യേശു ഇവിടെ ഒന്നും പ്രതിരോധമായി നിന്നില്ല. ഞാൻ തന്നെയാണ് യേശു എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ നീളത്ത് വീഴുക. நான் இயேசுவா இருந்தா என்ன பண்ணிருப்பேன் தெரியுமா? ഞാൻ ആ യേശു എന്ത് ചെയ്തേ? நைட் ஃபுல்லா கேம் விளையாடி இருப்பேன். രാത്രി മൊത്തം കഴിയും പഠിച്ച് எல்லாம் எழுப்பி நிற்பாங்க. എല്ലാവരും എഴുന്നേറ്റിരിക്കും. நான் தான் புஸ் எல்லாம் கீழே விழுந்துருவாங்க. എല്ലാവരും താഴെ വീഴും. திருப்பி எழுப்பி நிற்பாங்க. വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. திருப்பி நான் தான். വീണ്ടും പറയും ഞാനാണ്. திருப்பி எல்லாம் கீழே விழுந்துருப்பாங்க. അവസാനം ബാക്കിയുള്ളവർ വീഴും. ஹோல் நைட் இந்த கேம் விளையாடியா രാത്രി മൊത്തം ഇങ്ങനെ കളിച്ചാലും പിന്നെ തിരിച്ച് ഏർലി മോർണിംഗ് ജനങ്ങളെല്ലാം വന്നു. പിറ്റേ പ്രഭാതത്തിൽ എല്ലാ ജനങ്ങളും യേശുവിനെ அப்ப எஸ்கேப் ஆயிடலாம். അന്നാരും രക്ഷപ്പെടാം. நமக்கு டெக்னிக் தெரியும் தானே? നമ്മുടെ ടെക്നിക്ക് അതാണല്ലോ. நான் இயேசுவா இருந்தா அப்படிதான் பண்ணிருப்பேன். ഞാൻ യേശു ആണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളായിരുന്നു. ஆனா ஆண்டவர் அப்படி பண்ணல. പക്ഷെ കർത്താവ് അങ്ങനെ ചെയ്തില്ല. பைபிளை நீங்க எடுத்து தயவு செய்து வீட்டுக்கு போய் மாத்யூ, மார்க், லூக், ஜான் நாலுலயும் ஜீசஸோட லைஃப்ல எப்படி அவர் நமக்கு இருக்கிற அதே ஃபீலிங்ஸ் அவருக்கு இருந்துச்சு, அதை எப்படி அவர் ஓவர் கம் பண்ணாருன்னு பாருங்களேன். பைபிள்ல യോഹന്നാനെ പഠിച്ചു നോക്കുമ്പോൾ നമുക്കുള്ള സകല പരീക്ഷയിലൂടെയും യേശു കടന്നുപോയി. നിങ്ങൾ അത് വ്യക്തമായി പഠിക്കാൻ താല്പര്യപ്പെടുക. எத்தனை பேர் பண்ண போறீங்க? എത്ര പേര് അങ്ങനെ അത് വായിക്കാൻ പോകുന്നു? എത്ര പേര് വായിക്കാൻ താല്പര്യപ്പെടുന്നു? വിചാരങ്ങൾ ஓகே, பண்ணுகிறவர்கள் பாக்கியவான்கள். അത് വായിക്കുന്നവർ ഭാഗ്യവാന്മാർ. நெகட்டிவா பேசுறாங்கல்ல, ചില നെഗറ്റീവ് இயேசுவை பார்த்து பிசாசுனோட பிள்ளைன்னு சொல்லிட்டாங்க. യേശുവിനെ നോക്കി ചില പറയാം നീ പിശാചിന്റെ സന്തതി എന്ന് പറയാം. அப்படி சொன்னா கூட பரவாயில்ல, நீதான் பிசாசுனே சொல்லிட்டாங்க. അങ്ങനെ പറഞ്ഞാലും വിഷയമില്ല. നീ തന്നെയാ പിശാചിന്റെ. யோசித்து பாருங்க. ചിന്തിച്ചു നോക്കിയേ. அவர் ஹீல் பண்ணா நீ பிசாசுனால தான் ஹீல் பண்றேன்னு சொல்லிட்டாங்க. യേശു സൗഖ്യമാക്കിയാൽ അവൻ പറയാ പിശാചിനെ കൊണ്ട് ചെയ്യാൻ പറയാ. நீங்களும் நானும் இயேசுவா இருந்தா உட்கார்ந்து அழுது 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 முடிச்சிட்டு இருப்போம் வாழ்க்கை. നമ്മളാണ് യേശു കരഞ്ഞ് ജീവിതം തീർത്തന്നെ. அவர் இக்னோர் பண்ணிட்டார். അവരെന്ത് ചെയ്യുന്നു? நீ பிசாசாவது சொல்லு, നീ പിശാചാണെന്ന് நீ பிசாசு பிள்ளைனாவது சொல்லு, നീ പിശാചിന്റെ കൊച്ചാണെന്ന് நீ அசுத்த ஆவின்னு கூட சொல்லு, നീ ദുരാത്മാവാണ്. நான் தேவபுத்திரன்னு எனக்கு தெரியும். ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് പുത്രനാണെന്ന് എനിക്കറിയാം. தெரியும், ஆனா அவங்க இப்படி சொல்றாங்களே, அப்படி அழுதுக்க மாட்டார். നമ്മളാണ് പറഞ്ഞത് എനിക്ക് ഞാൻ ദൈവമകനാണെന്ന് അറിയാം. പക്ഷെ അവരൊക്കെ എന്നെ പിശാചിന്റെ സന്തതി എന്ന് പറയുന്ന നമ്മൾ വിഷമിച്ചേനെ. அப்படிதானே? അങ്ങനെയല്ലേ? ஆனா அவருக்கு ஒரு தைரியம், I know who I am. நான் யாருன்னு எனக்கு தெரியும். യേശു പറഞ്ഞു നിങ്ങൾ എന്തോ പറ, നീ പിശാചിന്റെ സന്തതിയെന്നോ പിശാചെന്നോ ദുരാത്മാവെന്നോ പറ, പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്കറിയാം. Amen. ആമേൻ. அதனால அவர் கவலைப்பட்டு துக்கப்பட்டு அழுது வாழ்க்கையை கழிக்கவில்லை. അതുകൊണ്ട് അവൻ കരഞ്ഞ് നിലവിളിച്ച് അവന്റെ ജീവിതത്തെ കളഞ്ഞു കുളിച്ചില്ല. சரி, இயேசுவுக்கு கோபம் வந்துச்சா? യേശുവിന് കോപം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? பைபிள்ல ബൈബിളിൽ என்ன பண்ணாரு? എന്ത് ചെയ്തു? அழகா ஒரு விப்பை எடுத்து செஞ்சார். தமிழ்ல சாட்டை, மலையாளத்துல என்ன പറയാ? சாட்டையே போய் கடையில போய் மேடிட்டு வரல. യേശു ചാട്ടക്കടയിൽ പോയി വാങ്ങിച്ചില്ല. அப்படி நம்ம கோவம் அப்படி இல்ல. നമുക്ക് കോപം വരുന്ന പോലെ അല്ല യേശു ചെയ്തത്. இயேசு நிதானமாய் அழகாய் அவங்களை டிசிப்ளின் பண்ணுமேனு கையெல்லாம் எடுத்து ஒரு அழகு சாட்டை உட்கார்ந்து செய்யுது. യേശു നമ്മെ പല കോപത്തിലല്ല പ്രവർത്തിച്ചത്. ആമേൻ. വീട്ടിൽ വെച്ച് ഒരു ചാട്ടയൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കിയാണ് വന്നത്. அதுக்குள்ள ஒரு கோவம் போயிருக்கும். ആ സമയത്ത് അവന്റെ കോപമൊക്കെ പോയി കാണും. நம்மள போல கோவத்துல அல்ல, നമ്മളെ പോലെ കോപിക്കുന്ന യേശു ஆனா வைராக்கியத்துல, ഒരു ആത്മവിരോധത്തിൽ ஒரு சீல்ல வைராக்கியத்துல ഒരു വൈരാഗ്യമനോഭാവം ആത്മമണ്ഡലത്തിൽ அழகா செஞ்சு നന്നായി ചെയ്ത് அதுக்கப்புறம் அவங்க பிசாச ஓட்டு. അതിനുശേഷം சாரி, பிசாச எல்லாம் thieves நீங்க எப்படி சொல்லி எல்லாரையும் ஓட்டு. അവിടുത്തെ വ്യാപാരക്കാര് അവരവിടെ അടിച്ചിറക്കുകയാണ്. ആമേൻ. ஒரே ஒரு எக்ஸாம்பிள் சொல்லி முடிக்கிறேன். ഒരു കഥ പറഞ്ഞ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ നിർത്താം. கதைனா பைபிள் கதை தான். ഒരു ബൈബിളിലെ കഥയാണ്.
കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്, അയാളുടെ ധൈര്യത്തിൽ പറയാം. ஒரு வாலிபனாய் இயேசு உட்கார்ந்து இருக்கிறாரு. ഒരു യുവാവായി യേശു അവിടെ ഇരിക്കുകയാണ്. ഒരു ബാഡ് കോണ്ടാക്ട് ഉള്ള ഒരു പാവിயான സ്ത്രീ വരുகிறாள். ആ ഒരു ദൂഷ്യ സ്വഭാവമുള്ള ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരികയാണ്. അവ വന്ന് കണ്ണീരിനാലെ അവൻ പാദത്തെ കഴുകുகிறாள். വന്ന് കണ്ണുനീരോടുകൂടി അവന്റെ കാല് കഴുകുകയാണ്. പരിമള തൈലത്തെ ഉടച്ച് അവ പാദത്തിൽ ഊത്തുகிறாள். ആ പരിമള തൈലം ഉടച്ച് ഭരണി ഉടച്ച് അവന്റെ കാലിൽ ഒഴിക്കുകയാണ്. മുടിയിനാലെ അവൻ പാദത്തെ മസാജ് பண்ணுகிறாள். ആ മുടിയെ കൊണ്ട് അവൾ ആ കാല് കഴുകുകയാണ്, തുടയ്ക്കുകയാണ്. യേശു അങ്ങേ സാധാരണ മനുഷ്യനായി വാലിബനായി അല്ല. യേശു അവിടെ ഒരു സാധാരണ യൗവനക്കാരനായിട്ടിരുന്നല്ല, സാധാരണക്കാരനാണ്. അവൻ ഒരു ആണായി ഇருந்து പെണ്ണെ பார்க்கிறது போல பார்க்கல. അവൻ ഒരു സാധാരണ യൗവനക്കാരനായിട്ടിരുന്നിട്ട് ആ പെണ്ണിനെ നോക്കിയില്ല. അവൻ ഉടനെ അവൻ ആവി മനുഷ്യന് വിലകിക്കൊണ്ടു. അവൻ ഉടനെ തന്നെ അവൻ ആത്മമനുഷ്യനാണെന്നുള്ള ഉറപ്പോടുകൂടെ ഇരുന്നു. അവൻ சொன்னார், അവൾ പാപങ്ങൾ അവൾക്ക് മன்னிக்கப்பட்டது. യേശു ആത്മമനുഷ്യനായെന്ന് പറയാ, അവളുടെ പാപങ്ങളെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. യേശു സിലുവയിல போறதுக்கு முன்னாடி, അത് യേശു കാൽവരിയിൽ യേശു ரத்தம் சிந்தறதுக்கு முன்னாடி, യേശു രക്തം ചിന്തതിന് മുമ്പ്, യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലാன നാമമാകുന്നതിന് മുன்னாடி, യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലാകുന്നതിന് മുമ്പ്, യേശു പരലോകത്തിലെ ഭൂലോകത്തിലെ ഇരിക്കും പൊഴുது, യേശു സ്വർഗ്ഗത്തിൽ ഇരിക്കുമ്പോഴല്ല ഈ ഭൂമിയിൽ ഇരിക്കുമ്പോഴാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ഒരേ ഒരു കാരണം, യേശുവിന്റെ വെற்றி வாழ்க்கைக்கு ഒരേ ഒരു കാരണം ഇത്. യേശുവിന്റെ ജയകരമായ ജീവിതത്തിന് ഒരേ ഒരു കാരണം, പരിശുദ്ധ ആവിയാനവർ അവരെ ഡോമിനേറ്റ് பண்ணிக்கொண்டிருந்தார். പരിശുദ്ധാത്മാവായ ദൈവം അവരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ യന്ത്രം ചലിപ്പിക്കുന്നത് പോലെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ ഒരു ആദി മനുഷ്യൻ என்பதை விளங்கிக் கொண்டார். അവർ ആത്മമനുഷ്യനെന്ന ബോധ്യത്തോടെ നടന്നു. ஒரு பக்கத்துல இருந்த பரிசேயர்லாம் சொல்றாங்க, இவருக்கு மட்டும் தெரிஞ்சிச்சுனா அவ எப்படிப்பட்ட மோசமான பொண்ணுன்னு தெரியல அப்படிதானே அவங்க சொல்றாங்க. അവർ പരസ്പരം പറയാ, യേശുവേ അവൻ ദൈവമാണെങ്കിൽ ഇവൾ പാപിയാണെന്നെങ്കിലും ബോധ്യത ഉണ്ടാകുകയില്ലേ എന്ന് അവർ പരസ്പരം പറയുകയാണ്. அது கூட அவங்க சத்தமா சொல்ல, he said to himself ன்னு കേട്ട് വാസിപ്പാங்க. അതുപോലെ അവർ ശബ്ദത്തിൽ പറഞ്ഞില്ല, ഹൃദയത്തിൽ പറഞ്ഞു. അങ്ങനെ പറയുവാനിടയായി. ஆனா இயேசுவுக்கு அவளை பத்தி பேக்ഗ്രൗണ്ടே தெரிய வேண்டாம். യേശുവിന് എന്നാൽ അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയണ്ട. அவ உள்ள வந்தோடனே அவளை பார்த்தோடனே எக்ஸ்ரே கண்ணு மாதிரி பாஸ்ட் பிரசன்ட் ஃபியூச்சர் எல்லாம் இயேசுவுக்கு தெரியும். യേശു അവളകത്ത് വന്നപ്പോഴേ തന്നെ അവളുടെ ഇന്നലത്തെ കാര്യം, നാളത്തെ കാര്യം ഒരു എക്സ്റേ മെഷീനിൽ അസ്ഥികൾ തെളിവാകുന്നത് പോലെ അവളുടെ ജീവിതത്തെ യേശുവിന് അറിയാമായിരുന്നു. ஏன் தெரியும்? എന്നെങ്ങനെ അറിയും? எப்படி தெரியும்? എങ്ങനെ അറിയും? அவர் தேவனுடைய புத்திரராய் இருந்ததினாலே. അവൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവായതുകൊണ്ട്. இயேசு தேவனுடைய புத்திரர் என்பது உண்மையானால், യേശു ദൈവത്തിന്റെ പുത്രനാണെന്നത് യാഥാർത്ഥ്യമാണ്. நீங்கள் எல்லாரும் தேவனுடைய புத்திரன் என்பதும் உண்மை. നിങ്ങളെല്ലാവരും അവന്റെ പുത്രന്മാരാണ്, இயேசு പുത്രിമാരാണ്. இந்த உலகத்தில் என்னென்ன செய்தாரோ യേശു ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്തോ அத்தனையும் நம்மாலும் செய்ய முடியும். അതെല്ലാം നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയും. ஒரே ஒரு ரியலைசேஷன், ഒരേ ഒരു യാഥാർത്ഥ്യമുള്ള കാര്യം, நான் ஆவி மனிதன். ഞാൻ ആത്മമനുഷ്യനാണ്. நான் ஆவியானவரை டாமினேட் பண்ண விட்டு கொடுப்பேன். ഞാൻ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ എന്നെ വിട്ടുകൊടുക്കും. என் வாழ்க்கையின் எல்லா ரூம்ஸையும் அவருக்கு திறந்து வைப்பேன். എന്റെ ഹൃദയത്തിന്റെ എല്ലാ റൂമുകളും ഞാൻ അവന് തുറന്നു കൊടുക്കും. என் வாழ்க்கையின் கீஸ் அவர் கையிலே கொடுப்பேன். എന്റെ ജീവിതത്തിന്റെ താക്കോൽ ഞാൻ അവന് കൈമാറും. There is no hidden area in my life. എന്റെ ജീവിതത്തിൽ ഹിഡനായിട്ടുള്ള ഏരിയകളിൽ ഞാൻ നിൽക്കുകയില്ല. எதுவுமே கிடையாது. இயேசு வர முடியாத ஒரு பகுதியே அல்ல. എന്റെ ജീവിതത്തിൽ യേശുവിന് വരാൻ കഴിയാത്തൊരു മേഖലയില്ല. இயேசு தேவபுத்திரனாய் இருந்தபடியால் യേശു ദൈവപുത്രനായതുകൊണ്ട് ട്രാൻസ്ഫിഗർ ആണ്, അപ്രത്യക്ഷനായി. മറുരൂപമാണ്. യേശു അപ്രത്യക്ഷനായി, രൂപാന്തരം. എപ്പായി? എപ്പോഴായി? ഉലകത്തിൽ ഇരിക്കുമ്പോൾ, ലോകത്തിൽ ഇരിക്കുമ്പോൾ. ബിഫോർ കാൽവരി, കാൽവരിക്ക് മുമ്പ്, മുன்னாடியே, അതിന് മുമ്പേ. പാവ ബലിയാകുന്ന പിന്നാടിയാவது അവർക്ക് വേറെ പാടി വന്നിച്ച് കഥവെല്ലാം കൂടി இருந்தாங்க, ഉള്ള പോണാரு. പാപപരിഹാരം വരുന്നതിന് മുമ്പേ പഴയ ഏർപ്പാട്ടിൽ മോശയുടെ മുഖം പ്രകാശം അടയുന്നത്. ആ പഴയ നിയമത്തിൽ മോശയുടെ മുഖം പ്രകാശമുള്ളതായി. பார்க்க முடியாம வேல் போட்டு மூடிட்டு பார்த்தாங்க. നോക്കാൻ കഴിയാതെ മുഖത്തെ മറച്ചു കളഞ്ഞു. நம்ம நினைக்கிறோம், நம்ம என்ன பண்றது தெரியுமா? சபை ஒண்ணு ஒரு ஸ்டெப்பா லூத்தர் வந்த உடனே வா ரட்சிப்பு ஸ்டாப். மார்ட்டின் லூத்தர் வந்த உடனே പറയുമ്പോൾ മാർട്ടിൻ ലൂതർ വന്നപ്പോൾ സാൽവേഷൻ வந்துருச்சு. രക്ഷ വന്നു. அப்ப കാത്തലിക്സ്ல இருந்து സാൽവേഷൻ வந்துருச்சு. ലൂത്തർ வந்தார். കത്തോലിക്ക എന്നവർ നേരെ ലൂത്തർ സഭയിലേക്ക് വന്നു. அப்புறம் மெத்தடிகளா பண்ணோம், மெத்தடிஸ்ட் வந்தாச்சு. അതിനുശേഷം മെത്തഡിസ്റ്റ് വന്നു. இப்போ நம்ம என்ன பண்றது தெரியுமா? ஸ்டெப் பை ஸ்டெப் வரல. இப்போ நம்ம என்ன பண்ணிட்டோம் தெரியுமா? ஆவி உச்சிடுமே ஆவி வந்தாச்சு. அப்படியே பெந்தெகோஸ்தா நின்னுடுச்சு. ആത്മാവ് ചലിക്കുന്നു അവന് നേരെ ബന്ധത്തിലേക്ക് എടുത്തിയാണ്. எங்கேயுமே ஹோலி ஸ்பிரிட் நிக்கவில்லை. എവിടെയും ആത്മാവ് നിൽക്കുന്നില്ല. பரிசுத்த ஆவியானவர் புதிய துரு
ഉണ്ടാകാൻ താല്പര്യപ്പെടുന്നു.